ഹലോ, ഇത് ഞാനാ മണിയേട്ടൻ. എവിടുന്നാ? അതൊക്കെ പിന്നെ പറയപ്പോ സമയമില്ല. ഇന്ന് രാത്രി ഞാൻ അവിടെ വരും, കാത്തിരിക്കണം. ഏത് സമയം വലിയൊരു ആക്രമണം ഇവിടെ ഉണ്ടാകും. ഇങ്ങോട്ട് മാറി. ആ പെട്ടി ഓട്ടോറിക്ഷക്കാരനെ കരടിന്ന് തിന്നും, ഉറപ്പാ. എന്താ നിങ്ങൾ ആകെ ഒരു ടെൻഷൻ? നാട് മൊത്തം ഇപ്പൊ അതിന്റെ പിന്നാലെ അല്ലേ? ഇന്നത് പട്ടാപ്പകൽ ആശുപത്രിയിലും കയറിയെന്നു. ഏതിന്റെ കാര്യം ഞങ്ങൾ ഈ പറയുന്നത്? ഇപ്പൊ അതെല്ലാവർക്കും ഒരു തമാശയാണല്ലോ. ഇനി അതെന്നെ കൊണ്ട് തന്നെ പറയിച്ച് അടങ്ങുമെങ്കിൽ പറയാം. കരടിയുടെ കാര്യം തന്നെയാ. ദേ തന്തയായി പോയി. അല്ലെങ്കിൽ ഞാൻ ഇതിനെ അപ്പുറത്തേക്കൊന്ന് കെട്ടിയെടുക്കാൻ ഇവിടെ ആരുമില്ലേ? ആ വേട്ടക്കാരനെ കൊണ്ടുവന്നിട്ട് വല്ല പ്രയോജനം? അയാള് മനുഷ്യനെ കൊല്ലില്ലല്ലോ. അല്ലെങ്കിൽ നോക്കായിരുന്നു ഇതിനെ കൂടെ അങ്ങ് തട്ടിക്കളയാൻ. ഞാൻ കരടിയുടെ കാര്യം ഉദ്ദേശിച്ചത്. അവൻ നിന്നെയാ ഉദ്ദേശിച്ചതെന്ന്. ഒന്ന് പോയി തരാമോ? ഞാനൊരു പ്രധാനപ്പെട്ട കാര്യം പറയാനാ ഇപ്പൊ വന്നത്. കരടിയെ പിടിച്ച് കൂട്ടിലടയ്ക്കാത്തടത്തോളം കാലം മണിയണ്ടൻ ഇവിടെ പൊങ്ങില്ല. അഥവാ വന്നാൽ നാട്ടിൽ ഇത്രയും അക്രമം ഉണ്ടാക്കിയ കരടിയെ തുറന്നുവിട്ട കുറ്റത്തിന് അങ്കിൾ അവന്റെ പേരിൽ വധശ്രമത്തിന് കേസെടുക്കാം, പിടിച്ചകത്തിടാം. ഞാനിപ്പോ എന്താ ചെയ്യേണ്ടത്? തൽക്കാലം കരടിയെ വെടിവെക്കണ്ടെന്ന് വേട്ടക്കാരനോട് പറയുക. കരടി നാട്ടിൽ 1-2 പേരെ തട്ടട്ടെ, അപ്പോഴേക്കും പ്രശ്നം രൂക്ഷമാവും. ഏത് കാലം മറന്നുപോയി. മുത്തശ്ശ, മണിച്ചേട്ടൻ വന്നിട്ടുണ്ട്. മണിയുണ്ട് എവിടെ? സിഗ്നൽ കിട്ടി. സിഗ്നലോ? അഞ്ജു, എന്താ മോളെ? എന്താ എന്ത് വെച്ച് മോളെ? കരടിയോ? എവിടെ? എവിടാടാ കരടി? ഞാനൊന്ന് കാണട്ടെ. മോനെ, വെടിവെക്കാൻ ഓർഡറിട്ട് എന്നോട് പ്രതികാരം വിട്ടാൻ കരടി വന്നിട്ടുണ്ടാ. രക്ഷിക്കടാ മോനെ. ഞാനിപ്പോ എന്ത് ചെയ്യാം? അതിനെ ഒന്ന് ഓടിച്ചിട്ട് വാ. അപ്പൊ ഞാൻ ഓടിക്കാൻ പറ്റും. പക്ഷെ ഇന്ന് ഇത്തിരി ധൃതിയുള്ള ദിവസം. ദുബായിന്ന് ഷേക്സിന്റെ കോൾസ് വരും. കാണാന്ന് പറഞ്ഞിട്ട് എന്താ കാര്യം? പോയി നോക്കടാ. ഞാൻ നോക്കായിരുന്നു. ബുദ്ധിയേക്കാൾ ശക്തിയേക്കാൾ വലുതല്ലേ ബുദ്ധി. അങ്ങോട്ട് ചെല്ല്. ഇതൊരു മാരണമായല്ലോ. അഭിമാനത്തിന്റെ പ്രശ്നവുമായി പോയി. കരടി കാട്ടി പോയി കാണണേ ഈശ്വരാ. ഇനി ഒരു നിമിഷം കരടി ജീവനോടെ വച്ചേക്കരുത്. ഉടനെ തട്ടിക്കളണം. ഇന്നലെ രാത്രി ഞാൻ ഈ ഏരിയയിൽ ഇല്ലാതായി പോയി. ഉണ്ടായിരുന്നെങ്കിൽ ഒറ്റ വെടിക്ക് ഞാൻ ഇവിടുത്തെ ജനലിന്റെ ജില്ലയൊക്കെ തകർത്തിട്ടേനെ. അതെ, ഇങ്ങനെ ഒരു അസിസ്റ്റന്റിന്റെ ആവശ്യം എനിക്കില്ല. ഇവനെ ഇപ്പൊ തന്നെ സർവീസിൽ പിരിച്ചുവിട്ടേക്കണം. ഇല്ലെങ്കിൽ ഞാൻ എന്റെ പാട്ടിന് പോകാൻ പറഞ്ഞേക്കാം. ഉജ്ജ്വല, നീ വേട്ടക്കാരന്റെ പ്രവൃത്തികൾ ഇടപെടരുത്, കളിയാക്കുകയും വരുത്. ഇനിയിപ്പോ ഞാൻ എന്ത് സൗകര്യമാണോ ചെയ്തു തരേണ്ടത്? പറയാം. ഇനിയുടെ കരടിയുടെ ആക്രമണം ഉണ്ടാകാതിരിക്കണമെങ്കിൽ എന്നെ കൂടി ഈ വീട്ടിൽ താമസിപ്പിക്കണം. ഇവിടെ പ്രായപൂർത്തിയായ ഒരു മകളുണ്ട്. അതെനിക്കൊരു ബുദ്ധിമുട്ടല്ല. എങ്കിലേ
ഞാൻ വൈഫിനോടൊന്ന് ഡിസ്കസ് ചെയ്തിട്ട് വരാം. ഓഹോ, ഏ? വൈഫും ഉണ്ടല്ലേ? ഓ. ഡിസ്കസ് ചെയ്യൂ, ഓ, ഡിസ്കസ് ഓ, ചെയ്യൂ. ഓ. ഇങ്ങ് വന്നേ വാ. അതെ, സാധാരണ ഈ വേട്ടക്കാര് നാട്ടിലോട്ട് ഇറങ്ങിയാൽ അവരെ ഒന്ന് കാണാനും സംസാരിക്കാനും പിന്നെ ഇത്തിരി ടച്ച് ചെയ്യാനും ഒക്കെ പെമ്പിള്ളാർക്ക് വലിയ ഉത്സാഹം. പക്ഷെ ഇവിടത്തെ ആ ചരക്കിന് ഞാൻ പുറത്ത് കണ്ടതേയില്ല. സാധനം എങ്ങനെയുണ്ട്? കൊള്ളാം. ഞാനിവിടെ താമസിച്ച അവള് വളയോ? വളച്ചോക്ക് ചിലപ്പോ വളയും. നോക്കാം. പക്ഷെ അതിനു മുമ്പ് നിന്റെ നാട്ടല്ലേ ഞാൻ ചവിട്ടി വളയ്ക്കും. എടാ, കരടിയെ വെടിവെക്കാൻ വന്ന അതങ്ങ് ചെയ്താൽ മതി. അല്ലാതെ ഈ വീട്ടിൽ താമസിച്ച് മറ്റു വല്ല ഉദ്ദേശമാണ് മനസ്സിലെങ്കിലേ വെടിവെക്കാൻ ഈ കൈ ഉണ്ടാവില്ല. വെട്ടി അരിഞ്ഞളയും ഞാൻ. വരട്ടരുത്. ഒരുപാട് ക്രൂരമൃഗങ്ങളെ വേട്ടയാടിയിട്ടുള്ളവനാ ഞാൻ. പക്ഷെ ആ വെടിവെപ്പ് നടക്കില്ലടാ. എന്റെ വൈഫ് സമ്മതിച്ചു. പക്ഷെ ഞാൻ സമ്മതിക്കില്ല. അതെന്താ? എനിക്കിവിടെ താമസിക്കാൻ ബുദ്ധിമുട്ടുണ്ട്. കാര്യം? ഇങ്ങോട്ട് മാറണോ? ഞാനിവിടെ താമസിച്ചാൽ മൊത്തത്തിൽ അത് വളരെ ബുദ്ധിമുട്ടുണ്ടാക്കും. അതെ, ഈ ശരീരത്തിന്റെ സ്പെയർ പാർട്സ് കിട്ടാനേ വളരെ ബുദ്ധിമുട്ടാ. സാർ 3-4 ദിവസമായിട്ട് മുഴുവൻ പട്ടിണിയിലല്ല. എന്തെങ്കിലും കഴിക്കാൻ തരണേ. അല്ലെ ഞങ്ങളുടെ യൂണിയനിലേക്ക് ഒരു 500 റുപ്പീസ് ഉദാരമായി സംഭാവന ചെയ്യണം. ഏത് യൂണിയൻ? ആൾ കേരള പിച്ചാസ് യൂണിയൻ. അപ്പുറത്തെങ്ങാണ് പോയി തന്നെടാ തണ്ടി. പോ. അമ്മാ 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 ഭക്ഷണം കഴിച്ചിട്ട് നാളെ കൂടി ചേർത്ത് 3 ദിവസമായി. സാറ് പറഞ്ഞു ഇവിടെ ഒന്ന് ചോദിച്ചാൽ എന്തെങ്കിലും കിട്ടുമെന്ന്. മോളെ അഞ്ചു, കുറച്ച് ചോറെടുത്ത് പുറത്തേക്ക് കൊടുക്ക. ചിക്കൻ ഉണ്ടല്ലേ? അങ്ങോട്ട് മാറിക്കടോ. കൊള്ളാം. 5 അല്ലേ? അതെ, ഫാഷൻ പരേഡിന് പോവാണോ? താൻ കഴിച്ചു പോടാ. ഞാൻ പിച്ചക്കാരനല്ല, സുവാസുവാണ്, മണികണ്ഠന്റെ കൂട്ടുകാരൻ. ദേ, ഞാൻ മോളെ ഒന്ന് കാണാൻ വന്ന. മണികണ്ഠൻ ഇന്നലെ വന്നപ്പോ മോള് പേടിച്ചോടിയെന്ന് അവൻ പറഞ്ഞു. ഇന്നലെ വന്ന കരടിയില്ലേ? മണിയേട്ടനല്ലല്ലോ. ഏയ്, എല്ലാം ഞാൻ വിശദമായിട്ട് പറയാം. അത് മോളുടെ മണിയേട്ടനാണ്, ഇപ്പൊ മണിക്കരടി. നീ യഥാർത്ഥ കരടിയെ കണ്ടിട്ടുണ്ടോ? കാഴ്ച ബംഗ്ലാവിൽ വെച്ച് കണ്ടിട്ടുണ്ട്. പക്ഷെ ഈ മേക്കപ്പ് ഒറിജിനലാന്ന് എനിക്ക് തോന്നുന്നില്ല. സൂക്ഷിച്ചു നോക്കിയാൽ കണ്ടുപിടിക്കാന്നേ ഉള്ളൂ. അത് ഞാനാണ് ഇതിനുള്ളിൽ നിന്ന് നിനക്ക് അറിയാവുന്നോണ്ട് തോന്നണതാ. ശരിക്കും കരടി ഇങ്ങനെ തന്നെയാ. ഇനി ഇത് അഴിച്ചെടുക്കുന്ന എങ്ങനെയാ? എന്തിനാ അരിക്കണ്? ഞാൻ ഇനി അരിക്കണില്ല. ഇതേ കോലത്തിൽ തന്നെ നിന്നെ കെട്ടും. എന്നിട്ട് നമുക്കുണ്ടാവും 3-4 കരടി കുട്ടികൾ. അയ്യേ, എന്തേ? എനിക്ക് വേണ്ട. ഡേ ചേട്ടാ, ഇത് ഉടനെ അഴിച്ചില്ലെങ്കിലേ നാട്ടിൽ നടക്കുന്ന സകല അനിഷ്ട സംഭവങ്ങൾക്കും ഉത്തരം പറയേണ്ടി വരും. അയ്യോ, ഒരു മണ്ടത്തരത്തിന് ചെയ്തു പോയ ബുദ്ധിയാ. ഇനി ഇത് അഴിക്കാനേ ഒരാള് വിചാരിച്ചാലേ നടക്കൂ. നമ്മുടെ മേക്കപ്പ് മാൻ സുന്ദരൻ. അയാൾക്കാണെങ്കിൽ ആശുപത്രിയിൽ ഇറങ്ങാൻ നേരമില്ല. അഥവാ അയാൾ എന്നെ കണ്ടാലോ അപ്പൊ ബോധം കെട്ട് വീഴും. ജീവിതം കട്ടപ്പൊയ്യാവുന്നതിന് മുമ്പ് ഇത് അഴിക്കാനുള്ള റിമൂവർ തട്ടിയെടുക്കണം. ആ സുന്ദരൻ അറുപ്പുകാരുടെ വീട് ഞാനൊന്ന് റൈഡ് നടത്തി നോക്കട്ടെ. അയ്യേ, പശുവിന് ചാണിടാൻ കണ്ട സ്ഥലം അലും വൃത്തികേടാക്കി. ആരെങ്കിലും ഉണ്ടോ? എവിടെ കൊണ്ടുവച്ചേക്കണ അയാളത്? ആ, ഇതാണോ? ഈ പാട്ടല്ല. ഇതെന്ത്? അമ്മേ, മാക്ടോള്. വെള്ളമില്ല. ആശുപത്രിയുടെ അന്തരീക്ഷത്തിൽ നിന്ന് എന്റെ വീട്ടിലെത്തി കഴിഞ്ഞപ്പോ മനസ്സിനെന്തോ ഒരു കുളിർമ. സാറെ സൂക്ഷിക്കണം, ആ കരടി ഇനിയും പിടിച്ചിട്ടില്ല. ആ കരടിയെ പിടിച്ചു കെട്ടിയിട്ടല്ലാതെ ഞാനിനി വീട് വിട്ട് പുറത്തിറങ്ങണ പ്രശ്നമില്ല. ഇവിടെ ആരോ കേറിയിട്ടുണ്ടല്ലോ. ഞാനാ സുന്ദരേട്ടാ. സുന്ദരേട്ടാ, സുന്ദരേട്ടാ, എന്ത് കത്താ നോക്ക്. വെള്ളമില്ല. ബ്രാണ്ടിങ് ബ്രാണ്ടി. സുന്ദരേട്ടാ, ഞാനാ. പേടിക്കില്ല, കരടി.
നല്ല മണം. ചത്തിട്ടില്ല, വെള്ളം അടിച്ച് വീണതായിരിക്കും. പെട്ടെന്ന് ഹോസ്പിറ്റലിൽ കൊണ്ടാ എടുക്ക് പൊക്ക്. അങ്ങോട്ട് വാ. റഷ്യൻ സർക്കസിനെ പോലും വെല്ലുന്ന അഭ്യാസ പ്രകടനങ്ങൾ കാഴ്ചവെച്ചുകൊണ്ട് 200-ൽ പരം സർക്കസ് താരങ്ങളുടെയും വന്യമൃഗങ്ങളുടെയും കണ്ണഞ്ചിപ്പിക്കുന്ന പ്രകടനങ്ങൾ ജെമിനി സർക്കസ്. 5 ആനകളെ പകരം കൊടുത്ത് വാങ്ങിയ കരിമ്പുലി, സംസാരിക്കുന്ന ആസ്ട്രേലിയൻ തത്തകൾ തുടങ്ങി നിങ്ങൾ ഇന്നേ വരെ കണ്ടിട്ടില്ല. ഒരു നോക്കാം. നടത്ത ശവം. കുതിര കുതിര. പാലും പഴവും കൈകളിലേന്തി പവിഴവായിൽ പുന്നകை ചിന്തി. പാലും പഴവും കൈകളിലേന്തി കുതിരേ നടകുതിരേ. കരടി നിങ്ങളുടെ മുന്നിൽ വന്ന് ചാടിയിട്ടും അതിനെ പിടിച്ചില്ലെന്ന് വെച്ചാൽ അത് ഞങ്ങളെ മാന്തി പറിച്ചു സാറേ. അവസാനം നമ്മുടെ കുതിരയും കൊണ്ട് ആ കരടി പോയി സാറേ. ഒരുപാട് അന്വേഷിച്ചിട്ടും കുതിര തിരിച്ചു കിട്ടിയില്ല. അത് നമ്മുടെ തമ്പിന്ന് ചാടിപ്പോയ കരടിയാണെന്ന് എനിക്ക് തോന്നുന്നില്ല സാറേ. കാഴ്ച ബംഗ്ലാവിന് ഒരു കരടി ചാടി പോയിട്ടുണ്ടെന്ന് പറയുന്നു കേട്ടു. അത് ഞാനും അറിഞ്ഞു. പക്ഷേ ഇതൊരു നല്ല അവസരമാണ്, പാഴാക്കരുത്. നമ്മൾ ആ കരടിയെ പിടിക്കുന്നു, എത്രയും പെട്ടെന്ന് അതിനെ ട്രെയിൻ ചെയ്യിക്കുന്നു. എന്നിട്ട് പണ്ട് നമ്മുടെ തമ്പിന്ന് ചാടിപ്പോയ കരടിയാണ് നമ്മൾ സ്ഥാപിക്കുന്നു. കറക്റ്റ്. മണികണ്ഠ, എന്താണ്ടാ? കേൾക്കുമ്പോ ഞെട്ടരുത്. ആദ്യം കാര്യം പറ, എന്നിട്ട് തീരുമാനിക്കാൻ ഞെട്ടണോ വേണ്ടെന്ന്. നിന്റെ മുത്തച്ഛൻ പോയടാ. എങ്ങോട്ട് പോയി? ഇഹലോകവാസം വെടിഞ്ഞെന്ന്. മരിച്ചു പോയെന്ന്. മുത്തച്ഛൻ ഈ രൂപത്തിൽ ഇങ്ങനെ കരയല്ലേ, എനിക്ക് പേടിയാവുന്നു. എനിക്ക് മുത്തച്ഛനൊന്ന് കാണണം. നീ അവിടെ ചെല്ലുമ്പോഴേക്കും ശവടക്ക് കഴിഞ്ഞിട്ടുണ്ടാവും. എനിക്ക് പോയേ പറ്റൂ. മുത്തച്ഛന്റെ ചതയ്ക്ക് ഞാൻ തന്നെ കൊള്ളി വെക്കണമെന്ന് മുത്തച്ഛൻ എപ്പോഴും പറയുമായിരുന്നു. എന്നൊന്ന് കൊണ്ടു വാസണ്ണ. വാസണ്ണ പ്ലീസ്. ഞാൻ നിന്നെ ദൂരേന്ന് കാണിച്ചു തരാം, അടുത്തേക്ക് വിടില്ല. ആരെങ്കിലും നിന്നെ തിരിച്ചറിഞ്ഞ നമ്മുടെ അവസ്ഥ അറിയാവല്ലോ. അറിയാം, എനിക്കൊന്ന് കണ്ടാ മതി. ശവദാഹത്തിന് മുമ്പ് നമുക്ക് അവിടെ വേഗം എത്തണം. പോവാം. വാ. ശരി.